ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആകട്ടെ, സിറ്റുവേഷൻ ആകട്ടെ, ആരും ആകട്ടെ, അത് ഉടനെ അത് ഒഴിഞ്ഞു മാറിപ്പോകുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. അപ്പം ഇവിടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെയും ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും ഇടയിലുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം ഒരു നല്ല രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ റിലേഷൻഷിപ്പ് ഒരു ഇംബാലൻസിനെ ആണ് നമുക്ക് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ഇംബാലൻസ് ആണ്, തേർഡ് പാർട്ടിയുടെ ഒരു ഇംബാലൻസ് ആണ് ഈ കാർഡിനെ മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. കറൻ്റ്ലി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സന്തോഷത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സണിലേക്കാണോ പോയെങ്കിലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിട്ടുള്ളതെങ്കിലും അവിടെ ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന രീതിയിൽ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നല്ല രീതിയിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ആ ഒരു സന്തോഷവും ഹാർമണിയും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു എനർജി ഒരു ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ്, ഇതിപ്പോൾ വലിയ തരക്കേടില്ലാത്ത ഒരു സ്റ്റേജിലാണ് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജ് പോലും ഒരു ദീർഘകാലത്തേക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ സാധ്യത കുറവായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. നിങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം പിന്നെ വരുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഈ ഒരു തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ശരിക്കുമുള്ള ഇന്റൻഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ ഒരു സത്യസന്ധത നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സത്യസന്ധത വളരെ കുറവാണ്. ഇവിടെ തേർഡ് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ആയിക്കോട്ടെ, ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് കാണുന്നുണ്ട്. കുറെ ഗിൽറ്റ് ഫീലിങ്സ്, ഇൻസെക്യൂരിറ്റി ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു എനർജി തുടർച്ചയായി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു പുറകിലേക്ക് വലിയല് അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു മാറ്റം ഈ ഒരു തേർഡ് പാർട്ടി നടത്തും എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ മൂൺ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് കുറേയേറെ കൺഫ്യൂഷൻസ്, ഡൗട്ട്, പേടികള്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്യൂഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഇല്ലായ്മയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ഇല്യൂഷനിലാണ് നിൽക്കുന്നത്. യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ ആ ഒരു ബന്ധം പതിയെ ദുർബലമായി പോകും. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇനി സാഹചര്യവശാൽ അവർക്ക് ആ തേർഡ് പാർട്ടിയിൽ തുടരേണ്ടി വന്നിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടിയും അവര് അവിടെ തുടരുകയാണ്. അപ്പം അവിടെ തുടരുമ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ നിൽക്കേണ്ടി വരുന്ന സമയത്ത് അവരവിടെ അവരുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. പല കാര്യങ്ങളിലായിട്ട് അവരുടെ സന്തോഷം കണ്ടെത്താനായിട്ടും അതിൽ തുടർന്ന് പോകാനായിട്ടും അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ തുടർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ്, ഇവർ തമ്മിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ, ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഒരു ഡൗട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആയിക്കോട്ടെ, തേർഡ് പാർട്ടി പേഴ്സൻ്റെ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻ ഇവരുടെ മുന്നിൽ കാണാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പറ്റുന്ന സമയത്ത് ഈ ഒരു ബന്ധം പതിയെ ദുർബലമായി പുറകോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ നിലപാട് പിന്തുടരുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം
നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് എടുത്തൊക്കെ ഒരു റിലേഷൻഷിപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വളരെയധികം പേഷ്യൻസോടുകൂടി നിൽക്കാനും വളരെയധികം എഫേർട്ട് ഇട്ട് അത് പിടിച്ചു നിർത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടിയും ഇനി അവരായിട്ട് വേണ്ടാന്ന് വെച്ച് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു, ഇനി ഞാൻ ഇതിനില്ല എന്ന നിലപാടിൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറകോട്ടേക്ക് നോക്കില്ല, ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിപ്പോ എന്ത് കാര്യത്തിനാണേലും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളുടേതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഈ ഒരു സിറ്റുവേഷനെ മാറ്റാനായിട്ട് വലിയ പങ്ക് വഹിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നമ്മൾ ചില റീഡിങ്ങുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺസ് ഒക്കെ നമ്മളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ വിട്ടിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെയധികം തകർന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അവർ വിഷമിക്കുകയും അവർക്ക് ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നെങ്കിലും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ റിക്കവർ ചെയ്ത് നിങ്ങൾ അതൊക്കെ ഹീൽ ചെയ്ത് വളരെ കോൺഫിഡൻസോടുകൂടി സിറ്റുവേഷനെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിവുള്ള നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ശക്തമായ നിലപാടുകൾ എടുത്ത് അവനവന്റെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ ഇനി അവർ തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ വരണ്ട എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അവർ എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അങ്ങനെ എന്തോ ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതാണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ തന്നെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമിച്ചും കരഞ്ഞൊക്കെ ഇരുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ റിക്കവർ ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ളതായിരിക്കും. ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ പിന്നീട് നേടിയെടുത്തതുമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ആ ഒരു നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും ഈ ഒരു മാറ്റങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇപ്പൊ അവനായിക്കോട്ടെ അവളായിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് കൂടി അറിയത്തുണ്ടാവില്ല. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയെയും ഈ ഒരു പേഴ്സണെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അതിപ്പോ ഫാമിലി ആയിരിക്കും. ഇപ്പൊ ഫാമിലിയിലുള്ളവർക്ക് ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയുമായിട്ട് ഈ ഒരു പേഴ്സണെ മിങ്കിൾ ചെയ്യിപ്പിക്കാനും അവരോട് സ്നേഹത്തിലാകാനും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഫാമിലി ഇഷ്ടം അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം എഫേർട്ട് ഇടുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ രണ്ട് പേഴ്സൺസ് ഒരേ സമയത്ത് വരുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. ഒരാൾ നിങ്ങളും പിന്നെ ഒരു തേർഡ് പാർട്ടിയും, അങ്ങനെ രണ്ട് പേഴ്സൺസിനെ ഒരേ സമയത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ എനർജിയും നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഇത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു സമയം വരും. അപ്പൊ അവർക്കൊരു തീരുമാനം എടുക്കേണ്ട സമയം വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ 2 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. പിന്നെ 5 ഓഫ് കപ്സിന്റെ എനർജിയിൽ ഈ തേർഡ് പാർട്ടിയുടെ ഇമോഷൻസിലേക്ക് പോവുകയാണെങ്കിൽ അവർ വളരെയധികം ഒരു ഡിസപ്പോയിൻമെന്റ് എനർജിയാണ് അവർക്കുള്ളത്. അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. കാരണം ഈ ഒരു പേഴ്സണെ ഇവരുടെ കൂടെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അവർ കുറെ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തുമ്പോൾ വളരെ നല്ലൊരു ഹാപ്പി ആയ രീതിയിൽ പോകാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അവരൊരു പ്രതീക്ഷിച്ച നിലയിൽ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് മെച്ചമുണ്ടാകും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇമോഷണലി ഡ്രെയിനായി വിഡ്രോവൽ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതിങ്ങനെ കൂടുതലായിട്ട് അവർ ഇമോഷണലി ഉള്ളിലേക്ക് വലിയുന്നതായിട്ടും ഈ ഒരു പേഴ്സണെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കൂടുതൽ ഒരു ഡിസപ്പോയിൻമെന്റ് എനർജിയാണ്. കാരണം ഈ ഒരു പേഴ്സണെ കൂടെ നിർത്തുമ്പോൾ ഇവർ പ്രതീക്ഷിച്ച അത്രയൊരു എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പം മണി മാറ്റേഴ്സ് ആയിക്കോട്ടെ, സാമ്പത്തികപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽപരമായ കാര്യങ്ങളോ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയില്ല അല്ലെ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാകുന്നത്. ആ ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തു നിന്നുള്ള കുറെ ആളുകളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, കുറെ ആളുകളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം
ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കില്ല എന്ന് ഉള്ള രീതിയിലേക്ക്, അതായത് തേർഡ് പാർട്ടിയെ ഇവരുടെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് പറ്റാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ആകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയോട് നോ എന്ന് പറയേണ്ടി വരുന്ന, എനിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇവരുടെ ശരിക്കുള്ള ഒരു ട്രൂത്ത് റിവീൽ ആകും. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർ പല കാര്യത്തിനും നോ പറയുന്ന സമയങ്ങളിൽ ഈ തേർഡ് പാർട്ടിയുടെയും ഒറിജിനൽ സ്വഭാവം വെളിയിലേക്ക് വരേണ്ടത് ഒരു ആവശ്യകത അവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അവരുടെ യഥാർത്ഥ ഒരു മുഖം കാണിക്കും. ചിലപ്പോൾ അത് ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിവീൽ ആകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ യഥാർത്ഥത്തിൽ ഇവരെന്തിനു വേണ്ടിയാണ് ഈ ഒരു റിലേഷനിൽ നിന്നത് എന്നുള്ളത് കാര്യം അവർ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ സാഹചര്യങ്ങളെല്ലാം മാറും, സിറ്റുവേഷൻസ് എല്ലാം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് ഒരു അനുകൂലമായ രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ 9 ഓഫ് സോഡ്സ് ആണ് പിന്നെ വരുന്നൊരു കാര്യം. ഇവിടെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറേ ആൻസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കുറ്റബോധമുണ്ട്, നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അവരെ ഹേർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം നാണക്കേടും കുറ്റബോധവും, അതുപോലെ അവർ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഓർത്ത് ഒത്തിരി ആൻസൈറ്റി ഒക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെന്റൽ പ്രഷർ, പിന്നെ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മെന്റൽ പ്രഷറും കൂടെ കൂടി ആകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവരെ വീണ്ടും പിന്നോട്ട് പിടിച്ച് തള്ളുകയാണ്. ഇതിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം, നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിൽ അവർ വളരെയധികം ടെൻസ്ഡ് ആവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു ഈ ഒരു പേഴ്സൺ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നെ വരുന്ന ഒരു കാർഡ്. വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോഴത്തേക്കും ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്തതിന് ശേഷം കുറേ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു ടേണിംഗ് പോയിന്റ് വരും. ആ ഒരു സമയത്താണ് വിധിയുടെ ഒരു വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡെസ്റ്റിനി ഷിഫ്റ്റ് ഉണ്ടാകും. ആ ഒരു സൈക്കിൾ ചേഞ്ച് അവരുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയെയും ബാധിക്കുന്ന രീതിയിൽ ഒരു ചേഞ്ച് കടന്നു വരും എന്നാണ് കാണുന്നത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ ആണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ സ്ഥിരമായി ഇങ്ങനെ തുടർന്ന് പോകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ, ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തുടർന്ന് കുറെ നാളത്തേക്ക് പോകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനൊരു മാറ്റം ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചറിൽ ഇത് എന്തായി തീരും എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 ഓഫ് കപ്സ് ആണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ദൂരേക്ക് അകന്ന് മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ് ആദ്യം ഉണ്ടാകുക, അതായത് വൈകാരികപരമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്. അവരോടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് പതിയെ കുറഞ്ഞു വരുന്നത് അനുസരിച്ച് അവർക്കൊരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുകയും പിന്നെ ശാരീരികമായിട്ട് ഫിസിക്കലിയും അവർ ആ ഒരു പേഴ്സണിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നേരിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എക്സിറ്റ് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെയാണ് നേരിട്ട് ഇവിടെ ഒരു പേഴ്സൺ 8 ഓഫ് കപ്സിനെ നമുക്ക് കാണാം, ഒരു പേഴ്സൺ ഇറങ്ങി പോകുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങിപ്പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് സ്ട്രെങ്ത് കാർഡ് നമുക്ക് യൂണിവേഴ്സിന് ഭാഗത്ത് അഡ്വൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് കാമായിട്ടിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരു കാമായിട്ടിരിക്കുക, പക്ഷെ വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി നിങ്ങൾ പണ്ട് പാസ്റ്റ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പല ഡ്രാമകളും കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ ഇറക്കിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഡ്രാമകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് കവേർഡ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ഡ്രാമാസ് നടത്താനായിട്ട് അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ഡിഗ്നിറ്റി എപ്പോഴും നിങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതാണ് ഒരു നല്ല ഔട്ട്കമ്മിന് സഹായിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ വരുന്നത് 10 ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജി. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ബേർഡൻസ് എല്ലാം പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ഒരു ഹാപ്പി മൂഡിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആകും. അങ്ങനെ ഒരു റിലീസ് നിങ്ങൾക്ക് സംഭവിക്കും. സിറ്റുവേഷൻസ് ഒക്കെ മാറി മറിയും എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേർഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എടുത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹെവി ആയി നിങ്ങൾ വിഷമിക്കും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ ഈ ഒരു പ്രശ്നങ്ങൾ പുറത്തൊക്കെ വളരെ ഹാപ്പിയാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ, അതായത് ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികൾ കുറേയേറെ പ്രശ്നങ്ങൾ, ചിന്തകൾ, ഇമോഷൻസ് ഒക്കെ തലയിലെടുത്ത് ചുമന്ന് ഭയങ്കര ഹെവി ആക്കുന്നതായിട്ട്, ബേർഡൻ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അങ്ങനെ റിലീസ് ചെയ്ത് വിടുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻസ് ചേഞ്ചുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഫൈനൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പോൾ സത്യം എന്താണോ ആ ഒരു സത്യം ഇവിടെ വിജയിക്കും എന്നുള്ളതാണ്. അതായത് ക്ലാരിറ്റി ഉണ്ടാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. അതുപോലെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു മായാലോകത്ത് പെട്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ ഈ ഒരു മായാലോകത്ത് നിന്നുള്ള ആ ഒരു ഇറങ്ങി വരവ് ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്ലീൻ ബ്രേക്ക് ആയിരിക്കും അവർക്ക് നൽകുന്നത്. ശരിക്കും ഒരു ബ്രേക്കപ്പ് തന്നെ ആയിരിക്കും. വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ള ഒരു ബ്രേക്ക് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിന്റെ ഓവറോൾ എനർജി പറയുകയാണെന്നെങ്കിൽ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് കാർഡുകളെല്ലാം ഇവർ തമ്മിൽ അത്ര ഒരു സ്വരച്ചേർച്ചയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. പിന്നെ ഇവർക്ക് ഓൾറെഡി ഒരു ഗിൽറ്റും ആൻസൈറ്റി ഒക്കെ ഉണ്ട്. അവസാന സമയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ട്രൂത്ത് റിവീൽ ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്നത് എന്നുള്ളൊരു കാര്യം രണ്ടുപേർക്കും മനസ്സിലാവും. ആ ഒരു സമയത്ത് ഇവരുടെ യഥാർത്ഥ മുഖം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സമയത്ത് അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളതാണ്. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലെ ഫീലിങ്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ വികാരമുണ്ട്, പക്ഷെ അവരത് കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. പുറത്ത് അവർ കാമായിട്ട് തോന്നി, ഞാൻ ആദ്യമേ പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടൊക്കെ അവർ പുറത്ത് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണലായിട്ട് ഭയങ്കര തകർന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം കെയറിങ് തോന്നുന്നുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളെ ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. ഒരു കംഫർട്ട് സോൺ ആയിരുന്നു നിങ്ങൾ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഫാമിലി മാറ്റർ ആയിരുന്നു എന്നുള്ള, ഒരു ഫാമിലിയായി ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ നിങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു നൊസ്റ്റാൾജിയ എനർജിയൊക്കെ അവരിലേക്ക് വരുന്നുണ്ട്. ഒരു സേഫ് പ്ലേസ് ആയിരുന്നു ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നൊരു തോന്നൽ, ആ ഒരു പഴയ നല്ല നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഏത് എടുക്കണം, അത് തന്നെയാണ് നമുക്ക് ടു ഓഫ് പെന്റക്കിൾസ് നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പൊ ഏതെടുക്കണം എന്ന ഒരു തീരുമാനം ഈ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കി വിടണോ, അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ഇവർ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു നോ പറയണം, എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ട്രൂത്ത് ഫേസ് അവരുടെ കാണാനായിട്ട് സാധിക്കുമെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സന്റെ കൂടെ നിന്നതുകൊണ്ട് കാര്യങ്ങൾ, ഇവരുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെയധികം ഇന്റൻഷന് നിങ്ങളോട് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളിലേക്ക് വന്ന് റീച്ച് ഔട്ട് ചെയ്യണമോ എന്നൊരു കൺഫ്യൂഷൻ ഇവർക്കുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്, പേടിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ അവര് പൂർണ്ണമായിട്ടും നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഇവർക്ക് തോന്നുന്ന ഒരു സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. കാരണം ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ ഇമോഷണലി പൂർണ്ണമായിട്ട് ഇറങ്ങി പോന്നിരിക്കുന്നു. ഫിസിക്കലി ഇപ്പൊ അവരവിടെ ആണെങ്കിൽ കൂടി ഇമോഷണലി അവരോടൊപ്പമല്ല. വളരെയധികം ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഇനി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ റിജക്ഷൻ കിട്ടുമോ എന്ന് വരെ അവർ ഭയക്കുന്നു. ഇനി ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാകാം, ഇതൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമോ എന്നവർ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരികെ നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇവരൊരു ലോങ് ടൈം ഇമോഷണൽ ഹാപ്പിനെസ് അന്വേഷിച്ച് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിരുന്നത്. അപ്പൊ അത് അവർക്ക് അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ്. ആ ഒരു ഹാർമണിയൊക്കെ ഇനി തിരിച്ച് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം വീണ്ടെടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ വീണ്ടും കിട്ടുന്നത്. അപ്പം ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജീസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ നോക്കിയാലും നമുക്ക് പറയാനായിട്ട് പറ്റും, ഈ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണലും ഇടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ
ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1990 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമായിരിക്കാം. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലോങ് നെയിൽ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 46 ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1998 ജൂൺ മന്ത് ഫ്ലവേഴ്സ് എന്നൊരു ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. എൻകറേജസ് യു എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 10 ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 33 നമ്പർ 21 1987 ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. യെല്ലോ കളർ ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമുള്ള ഒരു കളറ്. 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് 1976. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം. നമ്പർ 8 48 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു പോസിബിലിറ്റിയാണ്, 48 hours. നമ്പർ 23 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് വളരെ ചാൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം ഒരു ചാൽഡിഷ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.